ഡൽഹിയിൽ നിന്ന് അച്യുതൻ നമുക്കൊപ്പം ചേരുകയാണ് ചില ലേറ്റസ്റ്റ് വിവരങ്ങളുമായി. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ ഒന്നിലധികം ഗേറ്റുകൾ തുറന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സ് എന്താണ്? നേരത്തെ ഇത്തരത്തിൽ ഈ ചെനാബ് നദിയിലെ സലാൽ അണക്കെട്ടിന്റെ ഗേറ്റുകൾ അടച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ഗേറ്റുകൾ തുറന്നിരിക്കുകയാണ്. ഇതിലൂടെ കൂടുതൽ ജലമാണ് ഇപ്പോൾ ഒഴുകി പുറത്തേക്ക് പോകുന്നത്. ഇത് ഈ മേഖലയിൽ മഴ തുടരുന്നതിനെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള പ്രകോപന ശ്രമം, അതിൽ പുറത്തുവരുന്ന വിവരങ്ങൾ എന്നുള്ളത് ഈ പാകിസ്ഥാന്റെ 50-ലധികം ഡ്രോണുകളെയാണ് ഉദ്ധംപൂർ, സാംബ, ജമ്മു, അഗ്നൂർ, നഗ്രോട്ട, പത്താൻകോട്ട് പ്രദേശങ്ങളിൽ മാത്രം നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കിയത്. അങ്ങനെ ആ മേഖലയിൽ മാത്രം ഏതാണ്ട് 50ഓളം ഡ്രോണുകൾ നിർവീര്യമാക്കിയെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു വലിയ രീതിയിൽ, അതായത് പലയിടങ്ങളിലായിട്ടാണ് പാകിസ്ഥാൻ ഇന്നലെ പ്രകോപനത്തിന് ശ്രമിച്ചത്. അതായത് പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടെ, നോർത്ത് പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി, ആക്രമിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. സൈനിക കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളുമൊക്കെ ലക്ഷ്യമിട്ടു. അതിനൊടുവിലാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ആ ശ്രമത്തെ തകർക്കുന്നത്. ആകാശത്ത് വച്ച് തന്നെ ആ മിസൈലുകളെയും ഡ്രോണുകളെയും തകർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനുശേഷം തക്കതായ മറുപടി പാകിസ്ഥാന് നൽകുകയും ചെയ്തു. പാകിസ്ഥാൻ്റെ 12 പ്രധാന നഗരങ്ങളിലായിട്ടാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ ഈ ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ വരെ ഇന്ത്യ തിരിച്ചടി നടത്തി എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നു. ആ ഒരു സാഹചര്യമാണ് പാകിസ്ഥാൻ ഇന്നലെ രാത്രി നേരിടുന്നത്. എന്നിട്ടും പാകിസ്ഥാൻ പ്രകോപനം വീണ്ടും തുടരുന്ന ആ ഒരു സാഹചര്യമാണ്. അത്തരത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഇനിയും പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു സമീപനമാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളായിരിക്കും പാകിസ്ഥാനുള്ളിൽ ഉണ്ടാക്കുക എന്നതിൽ തർക്കമില്ല. പ്രത്യേകിച്ച് നിലവിൽ പാകിസ്ഥാനകത്ത് തന്നെ ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നു. ആ സാഹചര്യത്തിൽ കൂടി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നതിന് ഇടയാക്കും. ഇന്ന് വിദേശകാര്യ മന്ത്രാലയം, അതായത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡറായിട്ടുള്ള വ്യോമിക സിംഗും ഇന്ന് 9 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മാധ്യമങ്ങളെ കാണുന്ന ഘട്ടത്തിൽ എന്താണ് ഇന്നലെ ഇന്ത്യ സ്വീകരിച്ച ആ തിരിച്ചടി, അതിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചു, എവിടെയൊക്കെയാണ് കൃത്യമായി തിരിച്ചടിച്ചത് എന്നതിൻ്റെ കൃത്യമായ വിവരം ഇന്ന് ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും പുറത്തുവിടുക. കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ ലാഹോറിൽ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകിട്ട് ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടത്തി ആ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തായാലും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായ വിവരം നമുക്ക് ലഭിക്കും. എസ് കെ.